റോഡ ജഡാവു എന്ന നൈജീരിയൻ യുവതിയെക്കുറിച്ചുള്ള സംഭവങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചതാണ്. നൈജീരിയയിലെ ക്രൈസ്തവ യുവതിയായ റോഡ ജഡാവു മതനിന്ദ കുറ്റാരോപണത്തിൽ 19 മാസം ജയിലിൽ കഴിഞ്ഞതിനു ശേഷം 2.5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞയാഴ്ചയാണ് കുറ്റവിമുക്തിയായത്. പരീക്ഷ പാസ്സാകുവാൻ സഹായിച്ചതിന് ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദേശം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ നൈജീരിയയിലെ സൊക്കോട്ടോ സംസ്ഥാനത്തിലെ ദെബോറ ഇമ്മാനുവൽ എന്ന ക്രിസ്ത്യൻ കോളേജ് വിദ്യാർത്ഥിനിയെ രോഷാകുലരായ അക്രമികൾ കല്ലെറിഞ്ഞു കൊലപ്പെടുത്തി. മൃതദേഹം ചുട്ടെരിച്ചു. അത് അപലപിക്കുന്ന ഒരു വാട്സപ്പ് വീഡിയോ ഷെയർ ചെയ്തതാണ് റോഡ ജഡാവു ചെയ്ത കുറ്റം. 2022 മെയ് മാസത്തിലാണ് ജഡാവു അറസ്റ്റിലാകുന്നത്. മതനിന്ദ, പൊതുശല്യം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി 5 വർഷത്തെ തടവ് ശിക്ഷയാണ് 5 മക്കളുടെ അമ്മയായ റോഡ ജഡാവുവിന് നൈജീരിയൻ കോടതി വിധിച്ചത്. ഇത് നൈജീരിയയിലെ മതവികാരം ഉണർത്തുകയും വലിയ പ്രതിഷേധങ്ങൾക്കും കലാപത്തിനും വഴിവെക്കുകയും ചെയ്തു. ജാമ്യാപേക്ഷകൾ നിരന്തരം നിഷേധിക്കപ്പെട്ടതോടൊപ്പം കോടതിയിൽ ഹാജരാക്കുമ്പോൾ അഭിഭാഷകനെയോ കുടുംബാംഗങ്ങളെയോ എന്തിന് മക്കളെയോ പോലും ഒന്ന് കാണാൻ സാധിക്കാത്ത അവസ്ഥയും അവർ നേരിടേണ്ടി വന്നു. 2023 ജാമ്യം ലഭിച്ച ജഡാവു അജ്ഞാത സ്ഥലത്ത് താമസിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ADF ഇന്റർനാഷണലിന്റെ നിയമോപദേശകന്റെ സഹായത്തോടെ ബൗച്ചി സംസ്ഥാന കോടതിയിൽ നടന്ന നിയമ പോരാട്ടത്തിനു ശേഷമാണ് കഴിഞ്ഞ ആഴ്ച ജഡാവുവിനെ കുറ്റവിമുക്തിയാക്കിക്കൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചത്. ഈ സംഭവത്തിൽ സമാധാനപരമായ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ആരും ശിക്ഷിക്കപ്പെടരുതെന്നും നൈജീരിയയിലെ മതന്യൂനപക്ഷങ്ങൾക്കുള്ള നീതി ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും ഉയർത്തപ്പെടുന്നു. മനുഷ്യാവകാശ പ്രവർത്തകരും അന്താരാഷ്ട്ര സമൂഹവും നിരന്തരം നൈജീരിയൻ ഭരണകൂടത്തോട് മതസ്വാതന്ത്ര്യവും നിയമത്തിന്റെ ഭദ്രതയും ഉറപ്പുവരുത്തുവാൻ ആവശ്യപ്പെട്ടു. മതനിന്ദ നിയമങ്ങൾ ഉപയോഗിച്ചുള്ള അതിക്രമങ്ങൾക്കുള്ള ബഹുജന ഡിബേറ്റുകൾക്കും ചർച്ചകൾക്കും തുടക്കം കുറിച്ചു. ഇത് ഒരാൾക്കുമേൽ തള്ളിക്കൊണ്ടിരിക്കുന്ന അനാവശ്യ കുറ്റാരോപണങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണർത്തിയതും ശ്രദ്ധേയമാണ്. റോഡ ജഡാവുവിന്റെ ജയിൽ മോചനം ഒരു പുതുവത്സര പ്രതീക്ഷയുടെ കഥയായി കാണാം. 2 വർഷത്തോളം നീണ്ട ദുരിതത്തിനും നിയമ പോരാട്ടത്തിനും ശേഷം 2024 പുതുവത്സരത്തിലേക്ക് കടക്കുന്ന സമയത്ത് നൈജീരിയയുടെ പരിക്കേൽക്കുന്ന മതവികാരങ്ങൾക്കിടയിൽ റോഡ ജഡാവുവിന്റെ മോചനം അന്താരാഷ്ട്ര മനുഷ്യാവകാശത്തിന്റെ വിജയം മാത്രമല്ല, ഒരു പുതിയ തുടക്കത്തിനായുള്ള പ്രതീക്ഷയും നീതിയുടെ വിജയവുമാണ്. 2025 നമുക്ക് പ്രതീക്ഷയുടെ പുതുവത്സരമാകട്ടെ. ദുരിതങ്ങൾക്കിടയിലും പ്രത്യാശയുടെ വിളക്കുകൾ കത്തിക്കാമെന്ന് റോഡയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. നീതിയും സ്വാതന്ത്ര്യവും എന്നും വിജയിക്കുമെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്താൽ ആ സന്തോഷത്തിന്റെ തുടക്കം ഒരിക്കലും അകലെയല്ല. പുതിയ വർഷം ഒരു പുതിയ ജീവിതത്തിനുള്ള പ്രചോദനമായി സ്വീകരിക്കുക. 2025 മനുഷ്യാവകാശങ്ങളും സമാധാനവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വർഷമാകട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പുതുവത്സരാശംസകൾ.